നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 17/8/2026 തിങ്കളാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ 9 മണിക്ക് തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായി വില അറിയിക്കുന്ന നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരാൾ കമൻറ്റിലൂടെ ചോദിക്കുന്നു, സ്ലോട്ടർ വെട്ടുന്ന റബ്ബർ മരത്തിന് രണ്ട് സൈഡിലും മരുന്ന് തേക്കണമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് സൈഡും ടാപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും മരുന്ന് തേച്ച് തന്നെ കൊടുക്കണം. അതല്ലാതെ നമ്മൾ ഒരു സൈഡ് രണ്ട് പട്ടയാണെങ്കിൽ ഒരു സൈഡിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. അല്ല രണ്ട് പട്ടയിലും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു റബ്ബർ മരത്തിൻ്റെ രണ്ട് സൈഡിൽ കൂടെയുള്ള പാൽക്കുഴലുകൾ രണ്ട് രീതിയിലാണ് വരുന്നത്. അതാണ് രണ്ട് സൈഡും ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പുരട്ടണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു റബ്ബർ മരത്തിന് രണ്ട് സൈഡും ടാപ്പിംഗ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു സൈഡ് ടാപ്പിംഗ് തീർന്നതിന് ശേഷം അടുത്ത സൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അടുത്ത സൈഡ് അപ്പുറ സൈഡ് ചെയ്യുമ്പോൾ ഇപ്പുറ സൈഡ് ടാപ്പിംഗ് ചെയ്യാതിരിക്കുക. അതായിരിക്കും നല്ലത്. വേറെ ആൾ പറയുന്നത്, അത്ഭുത രോഗശാന്തിയിൽ കൂടി മാത്രമേ കേടായ മരങ്ങൾ രക്ഷിക്കപ്പെടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ അതുപോലെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ റബ്ബർ മരത്തിൻ്റെ പട്ടമരപ്പ് മാറ്റിയെടുക്കാനുള്ള രീതി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇന്ന് നിലമ്പൂരിൽ നിന്ന് സോമൻ കാരാട് വളരെ സന്തോഷത്തിലാണ്. കാരണം അവിടെ മഴ മാറി നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ ടാപ്പിംഗ് നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടും വളരെ സന്തോഷം. വേറെ ആൾ പറയുന്നത് 80% DRC ഉള്ള ചിരട്ടക്കറ കൊടുത്തപ്പോൾ 167 രൂപ കിട്ടിയുള്ളൂ, 191 രൂപ എവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 80% ഉണങ്ങിയ ചിരട്ടക്കറയ്ക്ക് 177 രൂപ വരെയും നമുക്ക് കിട്ടണം. 191 രൂപ എന്ന് പറയുന്നത് റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിച്ച വിലയാണ്. അത് വ്യാപാരികൾക്കാണ് കിട്ടുന്നത്. വേറൊരാൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, വ്യാപാരി വില മാത്രം പറഞ്ഞാൽ പോരെ, മറ്റ് വിലകളും എന്തിനാണ് പറയുന്നത് വെച്ചു. അപ്പോൾ റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന വില നമ്മൾ തീർച്ചയായിട്ടും അറിയണം. എങ്കിൽ മാത്രമേ വ്യാപാരി വില മാത്രം കേട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റബ്ബർ ബോർഡിൻ്റെ വില എത്രയാണെന്നും അപ്പോൾ നമുക്ക് എത്ര കുറച്ചാണെന്ന് കിട്ടും. നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നമ്മുടെ വിപണിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ വ്യാപാരി വില 8 രൂപ കുറച്ചാണ് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അത് ആദ്യകാലത്തൊക്കെ ഈ വ്യാപാരി വിലയും റബ്ബർ ബോർഡ് വിലയും തമ്മിൽ 1 രൂപയുടെ വ്യത്യാസമുള്ളായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മുടെ റബ്ബർ വില 250 രൂപയായ സമയത്തൊക്കെ 3 രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 8 രൂപയുടെ വ്യത്യാസമുണ്ട്. അത് വളരെ കൂടുതലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് ഒട്ട് സമയങ്ങളത് ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 279 രൂപ, RSS5ന് 276 രൂപ, ISNR 20ക്ക് 256 രൂപ, ലാറ്റക്സ് 60%ന് 199 രൂപ 70 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 1 കിലോയ്ക്ക് 279 രൂപ, RSS5ന് 276 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 265 രൂപ, ലോട്ടിന് 253 രൂപ മുതൽ 258 രൂപ വരെ. ഇനി ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRC ഒട്ടുപാലിന് 191 രൂപ, 60% DRC ഒട്ടുപാലിന് 143 രൂപ 25 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 277 രൂപ, ഫാക്ടറി വില 287 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ഓളുന്ന ബാരലിന് 13,850 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ ഓളുന്ന ബാരലിന് 16,620 രൂപ, 35% DRC ഉള്ളതിന് 19,390 രൂപ, 40% DRC ഉള്ളതിന് 22,160 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 271 രൂപ, RSS5ന് 268 രൂപ, ISS 242 രൂപ 50 പൈസ മുതൽ 243 രൂപ വരെയും. ഒട്ടുപാലിൻ്റെ വ്യാപാരി വില 157 രൂപ മുതൽ 173 രൂപ വരെയും. ഇനി നമുക്ക് കർണാടക വില നോക്കാം. RSS3ക്ക് 1 കിലോയ്ക്ക് 276 രൂപ 50 പൈസ, RSS4ന് 276 രൂപ, RSS5ന് 271 രൂപ, ലോട്ടിന് 255 രൂപ, ഒട്ടുപാൽ 172 രൂപ വരെ. ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും കച്ചവടം നടക്കുന്നത്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയോടെ എത്താം. എല്ലാവർക്കും നന്ദി.